ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇടയിലുള്ള, അതായത് മിക്ക ആൾക്കാരുടെയും ഇടയിലുള്ളൊരു വലിയൊരു പ്രശ്നമാണ് ഈ ടീനേജുകാരുടെ ഇടയിലുള്ളൊരു പ്രശ്നം. അതായത് നമ്മുടെ മക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ കസിൻ്റെ മക്കളിലോ ഇനി ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ ചെറുപ്പം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടീനേജ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം പിടിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ് എന്നാണ് നമ്മളൊക്കെ മിക്കവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ടീനേജ് കാലഘട്ടം എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള, നല്ല സ്ട്രെങ്ത്തൊക്കെ ഉള്ള, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലത്തെ ടീനേജ് എന്ന് പറയുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, വേറെ ഒരാൾ പറയുന്നത് നമുക്ക് ശരിയായിട്ട് തോന്നില്ല. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, വീട്ടുകാർ പറയുന്നത് ശരിയല്ല, ഈ നാട് വിട്ടിട്ട് പോകണം, ഈ നാട്ടുകാർ ശരിയല്ല, ഇവിടുത്തെ ഒരു കാര്യങ്ങളും ശരിയല്ല, ഇവിടുത്തെ റൂൾസ് ശരിയല്ല, ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കണം എന്നൊക്കെ, അടിച്ചു പൊളിച്ചിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും ടീനേജ്. പക്ഷേ ഈ ടീനേജുകാർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല, പറ്റില്ല എന്ന് പറയും, നമ്മൾ തീർത്ത് പറയും, നോ എന്ന് പറയും. പക്ഷേ ഈ നോ എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോ എന്ന് പറയുന്നതിന് പകരം അവരുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് കേൾക്കണം. അതേപോലെ തന്നെ അവരെ പരിഗണിക്കണം. അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ സാധിപ്പിച്ചു കൊടുക്കുക എന്നതിൽ നിന്ന് നമ്മൾ മറിച്ച് ചിന്തിക്കണം. അതായത് അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ പരിഗണിക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള ചെറിയ ചെറിയ ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി കൊടുക്കുക. എന്നാൽ അവരവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും, നല്ലൊരു ബിൽഡപ്പ് ചെയ്ത് വെക്കും. നമ്മളെപ്പോഴും ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ചെടി വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മരം നട്ടുപിടിപ്പിക്കാറുണ്ട്. മരം ഇപ്പം നട്ടുപിടിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും ചെടികൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. നമ്മൾ ഈ ചെടികൾ ഉണ്ടാക്കുമ്പോൾ പൂവായതിനു ശേഷമോ അല്ലെങ്കിൽ കായായതിനു ശേഷമോ ചെടി നന്നായി വളർന്നതിന് ശേഷമോ അല്ല അതിന് വളം ഇട്ട് കൊടുക്കാറ്, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. നേരെ മറിച്ച് നമ്മളൊരു ചെടി കൊടുന്നു, നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണിൽ തന്നെ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുഴിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അതിന് വളം ഇട്ട് കൊടുക്കും. നമ്മൾ ഡെയിലി അതിന് 2 നേരം 3 നേരമൊക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല ശുദ്ധമായ വെള്ളം, സോപ്പും വെള്ളമൊന്നും കലരാത്ത നല്ല പ്യുവർ വാട്ടർ തന്നെ നമ്മളതിന് ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. ചെടിക്ക് വേര് മുതലാണ് ചികിത്സ കൊടുക്കുന്നത്. അതുപോലെ വേരിന് വെള്ളം ഒഴിച്ചു കൊടുത്താലല്ലേ ചെടിക്ക് നല്ല തണ്ടുണ്ടാവുള്ളൂ, നല്ല ഇല ഉണ്ടാവുള്ളൂ, നല്ല പൂവും കായൊക്കെ ഉണ്ടായിട്ട് ഫലഭൂയിഷ്ടമായിട്ട് അത് വരുള്ളൂ. അതുപോലെയാണ് നമ്മുടെ മക്കളും. നമ്മുടെ മക്കൾ വളർന്ന് വലുതായതിന് 10-25 വയസ്സായിട്ടല്ല നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ നേർവഴി പറഞ്ഞു കൊടുക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ മക്കളുടെ ടീനേജ് കാലഘട്ടം, അതിന് മുമ്പേ ഉള്ള കാലഘട്ടം, ഈ ഒരു സമയത്തൊക്കെ അവർക്ക് വേരിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും പോലെ, അതുപോലെ വേരിൽ നമ്മൾ വളമിട്ട് കൊടുക്കും പോലെ അവർക്ക് ഇട്ട് കൊടുക്കണം. വളമായാലും വെള്ളമായാലും അത്യാവശ്യം നമ്മൾ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം. അതാണ് വേണ്ടത്. അവർക്ക് വേണ്ട വേരും വെള്ളം എന്ന് പറയുന്നത് അവരെ പരിഗണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. എല്ലാ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം എന്ന് പറയുന്നത്. ഒരാൾക്കും ഇഷ്ടമില്ലാത്ത കാര്യം, എന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉപദേശമാണ്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് മക്കളെ നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ ഉപദേശമാണെന്ന് പറയും. പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പരിഗണന എന്നതാണ്. വലിയൊരു കാര്യമാണ് പരിഗണന എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ടുള്ള ഒരു പ്രതീതിയായിരിക്കും നമ്മളെ ആരെങ്കിലും പരിഗണിക്കുക എന്നുള്ളത്. പക്ഷെ വേണ്ട സമയത്ത് നമുക്ക് ആ പരിഗണന നമുക്ക് കിട്ടാറുമില്ല, നമുക്കാർക്കും കൊടുക്കാനും തോന്നില്ല. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ പരിഗണനയേക്കാൾ മികച്ച ഒരു ആയുധമോ മികച്ച ഒരു മരുന്നോ ഈ ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളതാണ്. പരിഗണന നമ്മൾ കൊടുത്തു നോക്കുക, എത്ര മാറാത്ത ഒരാളും മാറിയിരിക്കും. അത് എന്ത് തന്നെ ചീത്ത കാര്യം ചെയ്യുന്ന ഒരാളെങ്കിലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എത്ര വലിയ ആൾക്കാരായിക്കോട്ടെ, എത്ര ചെറിയ ആൾക്കാരായിക്കോട്ടെ, പക്ഷേ പരിഗണന ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി ആരായാലും അവർ മാറാതിരിക്കില്ല. പരിഗണനയേക്കാൾ മികച്ചൊരായുധം ഭൂമിയിൽ തന്നെ ഇല്ല. അത് നമ്മുടെ കൗമാരക്കാരിലേക്ക് കൊടുക്കുമ്പോൾ, അതായത് കൗമാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണ്.
ബാല്യവും കൗമാരമൊക്കെ വിലപ്പെട്ട സമയത്താണ്. കൗമാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാളും പറഞ്ഞത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ചെയ്യുക. കാരണം അവർക്ക് വേണ്ടത് ആ ഒരു സമയത്ത് പരിഗണന എന്ന് പറയുന്ന സാധനം മാത്രമാണ്. അവർക്ക് ഒരുപാട് സാധനങ്ങൾ എത്തിപ്പിടിക്കാൻ, കണ്ടുപിടിക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുള്ള സമയമാണ്. പക്ഷേ നമ്മൾ പരിഗണന എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെവിടെയും എത്താൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ പരിഗണന കൊടുത്തു നോക്ക്, നമ്മൾ അതിനുള്ള വഴികൾ മാത്രം കൊടുത്താൽ മതി. അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി അവർ നല്ലൊരു കാര്യം, അതായത് അവരുടെ ലക്ഷ്യം അവർ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ട് നന്നായിട്ട് സെക്യൂർ ആക്കിയിട്ട് അവരുടെ ജീവിത അവസാനം വരെ അല്ലെങ്കിൽ ജീവിതം കഴിഞ്ഞാലും തന്നെ അത് അവിടെ സെക്യൂറായിട്ടിരിക്കും. അതിന് 100% ഗ്യാരണ്ടിയാണ്. അതിന് നമ്മൾ കൊടുക്കേണ്ടത് പരിഗണന മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലത്തെ ഏറ്റവും ആരോഗ്യമുള്ള സമയം, നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കൊന്ന് മനോധൈര്യമൊക്കെ കൂടുന്നൊരു സമയമാണ് നമ്മുടെ കൗമാര കാലഘട്ടം, ടീനേജ് എന്ന് പറയുന്നത്. ടീനേജ് എന്ന് പറയുന്ന കുട്ടികൾ നല്ല വഴിക്ക് നടക്കുന്നവരുണ്ട്, നല്ല വഴിയിൽ നിന്നും വളരെ മോശം അവസ്ഥയിലേക്ക് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ട ഒരൊറ്റ മെഡിസിൻ, ഒരൊറ്റ കാര്യം ചെയ്ത് മാത്രം കൊടുത്താൽ മതി, പരിഗണന എന്നുള്ളത്. അത് വീട്ടിലായാലും ശരി, അവരുടെ സ്കൂളിലായാലും ശരി, കോളേജിലായാലും ശരി, അവരുടെ നാട്ടിലായാലും ശരി, എവിടെയായാലും ശരി, കുടുംബത്തിലെ എവിടെയായാലും ശരി, അവർക്ക് വേണ്ടത് പരിഗണന എന്ന് മാത്രമാണ്. അവരെ പരിഗണിക്കുന്ന ഒരു ടീമെന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സ് മാത്രമാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ അടുത്തായിരുന്നു ഒരു 5 വയസ്സ് വരെയൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നത്. 5 വയസ്സ് കഴിഞ്ഞാൽ അവർ നേരെ സ്കൂളിലേക്ക് പോകും. പിന്നെ കൂടുതൽ സമയം സ്കൂളിലായി, പകലും കൂടുതൽ സമയം, രാത്രി ഉറങ്ങുന്ന സമയം ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ സമയത്തും, അതായത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അതേ ഉള്ളൂ നമ്മൾ കാണുക. ബാക്കി പകലും മിക്ക സമയങ്ങളിലും അവർ സ്കൂളിലാണ്. പിന്നീട് അവരുടെ രക്ഷിതാവ്, അതായത് 5 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. അപ്പോൾ 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് വരെ നമ്മൾ അവരെ നന്നായി പരിഗണിച്ചിട്ടുണ്ടാവും. പക്ഷെ 5 വയസ്സ് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അതെന്താ, ഒരു ക്ലാസ്സിൽ 10, 30, 40, 50 ഒക്കെ കുട്ടികളുണ്ടാവും. എല്ലാവരും ഞാൻ എങ്ങനെ പരിഗണിക്കുമെന്ന് വിചാരിക്കും. ചെറിയ അളവിൽ അവരെ പരിഗണിച്ചാൽ മതി. അവർ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അവരതിന് ഒന്നുകൂടി പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെയാണല്ലേ, അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അത് അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. അത് ടീച്ചേഴ്സ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ചെയ്തൊരു 10, 11, 12 വയസ്സാകുമ്പോൾ ഒരു 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ, 7 കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്കാണ് എത്തുമ്പോൾ ടീച്ചേഴ്സ് ഇവരൊന്നും പിടിച്ചാൽ കിട്ടില്ല. അവരൊക്കെ വലിയ മക്കളായി, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനാണ് ചെയ്യാനാണ്. നമ്മൾ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അടിച്ചു കഴിഞ്ഞാൽ, വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് പോക്സോ കേസാണ്. കുട്ടികൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും, പിന്നെ അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്യും. എൻ്റെ പൊന്നു ടീച്ചർമാരെ, മാഷുമാരെ, അവരൊരു കടുങ്കയും ചെയ്യില്ല. ആരും തന്നെ ആത്മഹത്യ എന്ന് പറയുന്ന സാധനം ചെയ്യില്ല. അതൊരു പൊട്ട ബുദ്ധിക്ക് 2, 3 സെക്കൻഡുകളുടെ പൊട്ട ബുദ്ധിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. നേരെ മറിച്ച് ഒന്നും കൂടി അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ ആത്മഹത്യ ചെയ്യില്ല. പിന്നെ അടിക്കുക, വഴക്ക് പറയുക, ഇതല്ല അവർ ചെയ്യേണ്ടത്. അവരെ പരിഗണിക്കുക, സ്നേഹിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക, അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക, അതിനുള്ള വഴികൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ അവിടെ തല്ലാനോ, ചെവി പിടിച്ചിരിക്കാനോ, പലകേണ്ട അടിക്കാനോ, വഴക്ക് പറയാനോ, കുട്ടികളുടെ ഇടയിൽ നാണം കെടുത്താനോ ഒന്നിനും പോകണ്ട. കാരണം നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. നമ്മുടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിച്ചാൽ മാത്രം മതി. നിങ്ങൾ, അതായത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലൊരു ചെറിയൊരു ബോണ്ടിങ്, ഒരു കണക്ഷൻ മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾ നന്നായിട്ട് അവരെ പരിഗണിച്ച് നോക്കി നോക്കുക. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും പറയണ്ട. അതായത് നന്നായിട്ട് അവരെ പരിഗണിക്കുക. പരിഗണന വന്നോ ആ കുട്ടികൾ 30% മാർക്ക് ഉണ്ടായിരുന്ന കുട്ടികൾ അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പാണ് ഞാൻ പറയുന്നത് 70% അവർ മാർക്ക് വാങ്ങിയിരിക്കും. കാരണം അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ടീച്ചർ ഈ ഒരു വീഡിയോ കണ്ടാലും അല്ലെങ്കിൽ നിങ്ങൾ ആര് വീഡിയോ കാണുന്നതിനും ദയവ് ചെയ്തിട്ട് നമ്മുടെ ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട് എന്നോട് തന്നെ പറയാനുള്ളത്, നമ്മൾ അവരെ പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി ടീനേജിലുള്ള കുട്ടിയാണ്, മറ്റവർ ടീനേജിക്ക് എത്തുന്നേ ഉള്ളൂ. പക്ഷേ ഈ ടീനേജുകാരുടെ സ്വഭാവം അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മറ്റത് മറിച്ചതെന്ന് നമ്മളിങ്ങനെ പറയും. നമുക്ക് ഒരു അധികാരത്തിൻ്റെ സ്വരത്തിലാണ് നമ്മൾ സംസാരിക്കുക. പക്ഷേ നമ്മൾ അധികാരത്തിൻ്റെ സ്വരത്തിൽ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ കേൾക്കില്ല. അവർക്ക് വേണ്ടത് പരിഗണന മാത്രമേ ഉള്ളൂ. അവരൊരു ചെടി നട്ട് കഴിഞ്ഞിട്ട് ആ ചെടി ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു ചെറിയൊരു കമ്പായിരിക്കും ഉണ്ടാവുക, അതിലായിരിക്കും ഒരു പൂവുണ്ടാവുക. 10 മണിയൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ചെറിയൊരു പൂവ് ഉണ്ടാവുള്ളൂ.
പക്ഷെ അത് അവർക്ക് സന്തോഷമാണ്, വലിയൊരു സന്തോഷമാണ്. നമ്മളും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരണം. ഞാനായിരുന്നു ആ ചെടി നട്ടിരുന്നെങ്കിൽ എനിക്കത് കാണുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം എന്താണ്, അത് അവരിലേക്ക് പാസ് ചെയ്യണം. നേരെ മറിച്ച് എൻ്റെ ഒരു ചെടി ഇത് നേരാക്കാൻ അത്രയും നേരം കഷ്ടപ്പെട്ട് നിൽക്കുന്നത് വെള്ളം കളയാണ്, സമയം കളയാണ്, അതല്ല പറയേണ്ടത്. ഓ നന്നായിട്ടുണ്ടല്ലോ ചെടി, അടിപൊളി, മാഷാ അല്ലാ, ഇനി അടുത്ത ഇതിൽ നമുക്കൊരു കവറിലോ എന്തിലേലും വെച്ചിട്ട് അല്ലെങ്കിൽ കല്ലൊക്കെ തടസ്സം വെച്ചിട്ട് നമുക്ക് ചെടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അത് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുന്നതിലൂടെ അവർക്ക് നമ്മളോടും ഇഷ്ടമുണ്ടാകും. പിന്നെ നമ്മളിതൊക്കെ പരിഗണിച്ച് ഞങ്ങളൊക്കെ ഇത് പരിഗണിച്ച് കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കില്ല പറയും. പക്ഷേ വീട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ എൻ്റെ ആയാലും ശരി ആരുടെ ആയാലും ശരി, വീട്ടുകാർ ഇനിയിപ്പോൾ ഒരാളെ മാത്രം പറഞ്ഞു എന്ന് പറയണ്ട, വീട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ബാല്യം ആ കുട്ടികളുടെ പേരൻസിന് കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ചെറുപ്പം മാത്രമേ കിട്ടുള്ളൂ. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇതൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഇതൊന്നും ഞാൻ കിട്ടാതെ പോയിക്കണത്, എൻ്റെ മക്കൾക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവരൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വളരണം എന്നല്ല ചിന്തിക്കേണ്ടത്. അവർ കളിക്കട്ടെ, വീഴട്ടെ, ഓടട്ടെ, ചാടട്ടെ, മറിയട്ടെ, വീട് മുറി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആ മുറി നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് വെച്ച് കഴിഞ്ഞാൽ മാറാവുന്ന മുറിവുകൾ എപ്പോഴും നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് തുന്നി കെട്ടിയിട്ട് ഇതാക്കാനുള്ള മുറിവുകളൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അവർ ഓടട്ടെ, ചാടട്ടെ, ഊഞ്ഞാലാടട്ടെ, പന്ത് കളിക്കട്ടെ, ഗോട്ടി കളിക്കട്ടെ, ചട്ടിപ്പന്ത് കളിക്കട്ടെ, തായം കളിക്കട്ടെ, എല്ലാ കളിയും അവരെ കളിച്ച് പഠിപ്പിച്ചു. കക്ക് കളിച്ചിരുന്നില്ല നമ്മൾ, എല്ലാ കളിയും അവരെ പഠിപ്പിക്കുക. അതിലൂടെ അവരെ കായികക്ഷമത മുന്നോട്ട് കൊണ്ടുവരിക, അവരെ പരിഗണിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എത്ര പിന്നോക്കം നിൽക്കണം, പഠനത്തിലായാലും ശരി എന്ത് കാര്യത്തിലായാലും ശരി, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മുന്നോട്ട് വരും എന്നുള്ളതാണ്. അല്ലാണ്ട് വെറുതെ ഒരു കൂട്ടിലടച്ചിട്ട ഒരു കിളിയോട് പറന്നു പോയിക്കോ എന്ന് പറയുന്ന പോലെ ചിറകരിഞ്ഞിട്ടല്ല ആകാശം കാണിച്ചു കൊടുക്കേണ്ടത്. ചിറകിനെ, അതായത് കൂട്ടിൽ നിന്ന് സ്വതന്ത്രമാക്കിയതിന് ശേഷം അവിടെ ഒരു ആകാശമുണ്ട്, നീ പറന്നു പോയിക്കോ എന്ന് പറഞ്ഞാൽ അവർ പറക്കും. ക്ഷീണിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് തന്നെ വരും. സ്നേഹം ലാളനയൊക്കെ നമ്മൾ കൊടുത്താൽ അവർ നമ്മുടെ അടുത്ത് തന്നെ വരും. അവരെ പരിഗണിക്കുക, അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ അവർക്ക് വിട്ടുകൊടുക്കുക, അവരുടെ സന്തോഷം അവർക്ക് വിട്ടുകൊടുക്കുക, അവരെ പരിഗണിക്കുക. അപ്പം തന്നെ അവരൊക്കെ ശരിയാവും. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആയാൽ ശരിയാവില്ല, ഞാൻ ഒന്ന് റെഡി ആവാനുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നും. അപ്പോൾ അവർ ചെയ്ത തെറ്റായാലും ശരി, അല്ലെങ്കിൽ തെറ്റിലൂടെയാണ് നടക്കുന്നത് ശരി, നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ നമ്മളെ കുട്ടികളോട് നമുക്കൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായി കൊടുക്കണം. അതായത് നമ്മൾ മക്കളോട് ചോദിക്കുകയാണ്, നിൻ്റെ കാര്യങ്ങൾ, അതായത് ഞാൻ ചെയ്തു തരുന്ന കാര്യങ്ങൾ ഇത് ഓക്കെ ആണോ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മറ്റേത് ഇനിയിപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ശരിയാണെന്ന് നമ്മൾ ആലോചിച്ചിരിക്കുകയല്ല വേണ്ടത്, നമ്മുടെ മക്കളോട് ചോദിക്കണം. ഞാൻ ഈ ചെയ്തു തരുന്ന കാര്യത്തിൽ ഈ ഓക്കെ ആണോ എന്നൊരു ചോദ്യം നമുക്ക് നമ്മുടെ മക്കളോട് ചോദിക്കാനുള്ള അത്രയും ഒരു സ്വാതന്ത്ര്യം നമ്മുടെ മക്കളുടെയും നമ്മുടെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. നമ്മൾ സ്ട്രിക്റ്റാണ്, എൻ്റെ വാപ്പ സ്ട്രിക്റ്റാണ്, എൻ്റെ ഉമ്മ സ്ട്രിക്റ്റാണ്, എൻ്റെ ബ്രദേഴ്സ് സ്ട്രിക്റ്റാണ്, സിസ്റ്റേഴ്സ് അങ്ങനെയാണെന്നല്ല പറയേണ്ടത്. എനിക്ക് എൻ്റെ ഉമ്മാനോട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉപ്പാനോട് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്നുള്ളത് നമുക്ക് തുറന്ന് പറയാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ജീവിതത്തിലൂടെ ആ സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകാനും ചെല്ലണം. അതിനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പരിഗണന എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ശരിയല്ല എന്നല്ല പറയേണ്ടത്. അവരെന്ത് ചെയ്താലും അവരുടേതായ രീതിയിൽ നമ്മൾ അതിനെ പരിഗണിക്കുക. എന്ന് വിചാരിച്ചിട്ട് കള്ളു കുടിക്കണതോ അതല്ല. അവരുടെ ലക്ഷ്യങ്ങളുണ്ട്, ഓരോ കുട്ടിക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ഒരു കുട്ടി കള്ള് കുടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി വേറെ വല്ല മയക്കുമരുന്ന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ പരിഗണിക്കുക, നമ്മളെ മക്കളെ പരിഗണിക്കുക, നമ്മളെ കൗമാരക്കാരെ പരിഗണിക്കുക. നമ്മളെ മക്കളെ മാത്രമല്ല, കൗമാരക്കാരെ, ടീനേജുകാരെ എല്ലാവരെയും പരിഗണിക്കുക. എല്ലാവരും നമ്മളെ മക്കളാണെന്നുള്ളൊരു ബോധം നമുക്ക് വരണം. നമ്മളൊരു സ്കൂൾ ടൈമിൽ പുറത്തൊരു കുട്ടിയെ കാണുകയാണ്, റോട്ടിലോ അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള റോട്ടിലോ ഒക്കെ. അപ്പോൾ ഞാനൊക്കെ കാണാറുണ്ട്, ചോദിക്കാറുണ്ട് ഞാൻ, എന്താ നിനക്കിന്ന് സ്കൂളില്ലേ എന്ന് നമ്മൾ അവരോട് ചോദിക്കണം. ചോദിക്കുക, എന്താ നിങ്ങൾക്ക് സ്കൂളില്ലേ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കണം. കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ടീച്ചർമാർക്ക് പേടിയാണ് പോക്സോ കേസാകുമെന്ന്. ഒരു കേസാവൂല ടീച്ചറെ. ഈ പറഞ്ഞ പരിഗണന അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോക്സോ കേസ് വരില്ല, നിങ്ങൾ അടിക്കേണ്ട ആവശ്യം വരില്ല, അവരെ വഴക്ക് പറയേണ്ട ആവശ്യം വരില്ല, ഒന്നും വരില്ല.
ഓക്കെ. അല്ലാണ്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുറേ കുട്ടികളെ പിടിച്ചാൻ വേണ്ടിയിട്ട് വാരിക്കുട്ടീനെ അവിടുത്തെ കുട്ടി ഇവിടുത്തെ കുട്ടി മറ്റേ കുട്ടി മറിച്ച കുട്ടി എന്ന് പറയാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. കുട്ടികൾ വരും, സ്കൂളിൻ്റെ ചുറ്റുപാടും നമ്മുടെ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ നല്ലതാണെന്ന് വെച്ചാൽ വരും. അതിന് വേണ്ടത് ടീച്ചേഴ്സ് അവിടെ കൊടുക്കേണ്ട ഒരൊറ്റ വാക്കേ ഉള്ളൂ, പരിഗണന. ഒരൊറ്റ മന്ത്രം, ഒരൊറ്റ മെഡിസിൻ, ഏറ്റവും വലിയ മെഡിസിൻ പരിഗണന എന്ന് പറയുന്നൊരു മെഡിസിൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് നഗ്നരായിട്ടാണ്, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ വന്നവരാണ്. ആരോ കുളിപ്പിച്ചു, ആരോ വസ്ത്രം ധരിപ്പിച്ചു, ആരോ പൗഡർ ഇട്ടു, ആരോ തുടച്ചു തന്നൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മളുടെ സാഹചര്യവും നമ്മുടെ ചുറ്റുപാടൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ തരത്തിലേക്കാക്കി മാറ്റിയിട്ടുള്ളത്. അല്ലാതെ ആരും ജനിച്ച് വരുമ്പോൾ തന്നെ വലിയ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ വലിയ എഞ്ചിനീയർമാരോ ടീച്ചർമാരോ ഡോക്ടർമാരായിട്ടല്ല വരുന്നത്. എല്ലാവരും വന്നത് ഒരേപോലെ തന്നെ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മുമ്പിലുള്ള മെഡിസിൻ എന്ന് പറയുന്നത് പരിഗണന. അപ്പോൾ എല്ലാവരും പരിഗണന കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ കുറ്റോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ പറഞ്ഞതിലധികം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്